മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മണിപ്പൂർ സന്ദർശിക്കാനിരിക്കെയാണ് സംഘർഷമുണ്ടായത്. സന്ദർശനവുമായി ബന്ധപ്പെട്ട് കിട്ടിയ തോരണങ്ങൾ നശിപ്പിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമികൾ കല്ലെറിഞ്ഞു. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, ഈ കലാപം തുടങ്ങിയിട്ട് ഇന്നേ വരെ പ്രധാനമന്ത്രി അവിടെ പോയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ വരുമ്പോൾ ഒരുപാട് വികസന പദ്ധതികളൊക്കെ ഉദ്ഘാടനം ചെയ്യാനും റെയിൽവേ ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തുടക്കം കുറിക്കാനും ഒക്കെയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. എന്താണ് അവിടുത്തെ അവസ്ഥ? വീണ്ടും സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഈ വലിയ സുരക്ഷയാണ് അവിടെ ഉള്ളതെന്നാണ് അറിയുന്നത്. അരുൺ, അതീവ സുരക്ഷയ്ക്കിടെയാണ് ഇന്നലെ രാത്രി സംഘർഷം ഉണ്ടായത് എന്നാണ് ഏറ്റവും ആശങ്കപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് എത്തുന്നത് സമാധാനത്തിന്റെ സന്ദേശം കൂടിയായാണ്. പ്രത്യേകിച്ച് 2 വർഷവും 4 മാസവും പിന്നിടുകയാണ് മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട്. ഇപ്പോഴും പലയിടത്തും സംഘർഷങ്ങളുള്ള സാഹചര്യമുണ്ട്. മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ ഇപ്പോഴും നേരിൽ കണ്ടാൽ മിണ്ടാത്ത സാഹചര്യം. ഒരു സംസ്ഥാനം 2 ഭാഗങ്ങളായി തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച. അതിനിടയിലാണ് പ്രധാനമന്ത്രി സമാധാന സന്ദർശനവുമായി എത്തുന്നത്. നാളെയാണ് പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം. ഈ സന്ദർശനം നടക്കാൻ ഇരിക്കുകയാണ് ഇപ്പോൾ എന്താണെങ്കിലും അവിടെ വലിയ സംഘർഷങ്ങൾ കഴിഞ്ഞ രാത്രി ഉണ്ടായത്. അതായത് ഒരു വിഭാഗം ജനക്കൂട്ടം അവിടെ പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെട്ടിയിരുന്ന തോരണങ്ങൾ, ഫ്ലെക്സുകളൊക്കെ എടുത്ത് വലിച്ചു കീറുകയും അത് കത്തിക്കുകയും ചെയ്തു. പിന്നാലെ അവിടെ എത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കല്ലേറുണ്ടായി. വലിയ തരത്തിൽ അവിടെ സംഘർഷാവസ്ഥയായി കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതിനുശേഷം അവിടെ ടിയർ ഗ്യാസ് അടക്കമുള്ള പ്രയോഗിക്കേണ്ടി വന്നില്ല എന്നാണ് നമുക്ക് സൈനിക വൃത്തങ്ങളിൽ നിന്ന് വിവരം ഉള്ളത്. അതിനു പിന്നാലെ വലിയ തരത്തിൽ ലാത്തി വീശുകയൊക്കെ ചെയ്തു. അതിനു പിന്നാലെ ഈ സംഘർഷത്തിൽ വന്ന ആളുകൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്ന് അറിയാൻ കഴിയുന്നു. ഇന്നലെ രാത്രി തന്നെ ഫ്ളാഗ് മാർച്ച് അടക്കം അവിടെ പോലീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ നാളെ പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതീവ സുരക്ഷ തുടരുമ്പോഴാണ് ഈ സംഘർഷം ഉണ്ടായത് എന്ന് വലിയ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് 2 ഇടങ്ങളിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ആദ്യം ചുരാചന്ദ്പൂർ, അതായത് കുക്കി സ്വാധീന മേഖലയാണ്. അവിടെ എത്തി പീസ് ഗ്രൗണ്ടിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം ഇംഫാലിലേക്ക് പോകും. മെയ്തേയ് മേഖലയാണ്. ഈ 2ഇടത്തും ഈ കലാപത്തിൽ ഇരയായ ആളുകളെ അടക്കം പ്രധാനമന്ത്രി കാണുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. വലിയ വിമർശനങ്ങൾ നേരിട്ട ശേഷമാണ് പ്രധാനമന്ത്രി എത്തുന്നത്. സ്വാഭാവികമായും അതീവ സുരക്ഷയുണ്ട്. ആ സുരക്ഷയ്ക്കിടയിലുണ്ടായ ഈ സംഘർഷങ്ങളൊക്കെ അതീവ ഗൗരവമായി കാണുന്നു. കേന്ദ്ര ഏജൻസികൾ വിവരങ്ങൾ ശേഖരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്ന സ്വഭാവം കൂടി ഇതിലിപ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു. നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.